നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞു. നാട്ടിലെങ്ങും രാമായണ ശീലുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജ്യോതിഷപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല വിധത്തിൽ നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും കർക്കിടക മാസത്തിന് തുടക്കമാകുമ്പോൾ തന്നെ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ കർക്കിടക സംക്രാന്തി മൂലം കർക്കിടക മാസം നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അത് രാജയോഗം ഒന്നല്ല, 2 രാജയോഗമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും. കർക്കിടക സംക്രാന്തി മുതൽ തന്നെ ഈ രാജയോഗം ആരംഭിച്ചു കഴിയുകയാണ്. കാരണം കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞു, അപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 27 നക്ഷത്രക്കാരിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ കർക്കിടകം രാജയോഗം നൽകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് നോക്കാം. ആ നക്ഷത്രക്കാരായ ഏതൊക്കെയെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ വീഡിയോ ആദ്യമായി അല്ലെങ്കിൽ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു ഗുണകരമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ കർക്കിടക സംക്രാന്തി ഈ ഗുണകരമായ ഫലങ്ങൾ നൽകാൻ പോകുന്നതെന്ന്. അപ്പോൾ കർക്കിടക സംക്രാന്തി മുതൽ ഗുണപരമായ മാറ്റങ്ങൾ അത് ജീവിതത്തിൽ കണ്ടു തുടങ്ങാൻ പോകുന്ന നക്ഷത്രത്തിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നുണ്ട്. അതിൽ തന്നെ അത് പ്രണയിക്കുന്ന ആൾ, കാരണം പ്രണയവിവാഹങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പ്രണയ ജോഡികൾക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. കാരണം ചിലപ്പോൾ ഭവനങ്ങളിൽ അത് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 കൂട്ടരും അകന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം തന്നെ ജീവിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുടെ കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുള്ള സ്നേഹം, ദാമ്പത്യത്തിലൊക്കെ ഉറച്ച ഒരു ദാമ്പത്യത്തിന്റെ അടിത്തറ തന്നെ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയമാണ്. കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു സമയമാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരുന്ന ഒരു സമയമല്ല. കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷിക്കേണ്ടതായ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഐശ്വര്യത്തിൻ്റെ തന്നെ നാളുകളായിരിക്കും നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ. രാജയോഗകരമായ മാറ്റം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് സാമ്പത്തിക നേട്ടം തന്നെയാണ്. നിങ്ങൾക്കത് ഇപ്പോൾ കർക്കിടകം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇത്രയും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്കൊരു സാമ്പത്തികമായ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ മാസം ഉടനീളം നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായും അല്ലെങ്കിൽ ദാമ്പത്യപരമായുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു അടിസ്ഥാന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ലൈഫ് ചേഞ്ച് ആവുന്നത് ഒരു സമയം കൂടിയായിരിക്കും ഈ കർക്കിടക മാസം കാർത്തിക നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ്. ഏത് കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ലഭിക്കുന്നതുമായ ഒരു സമയമാണെന്നതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കർക്കിടകത്തിൽ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ ജോലിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുഭവയോഗ്യമായി വരുന്നതാണ്. അതേപോലെ തന്നെ വൻ വിജയമായിരിക്കും നിങ്ങൾക്ക് ഈ കർക്കിടക മാസം ലഭിക്കാൻ പോകുന്നത്. കാരണം രാജയോഗമാണ് കർക്കിടക മാസത്തിൽ ലഭിക്കുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും ഇതോടുകൂടി ഇല്ലാതാകുന്നതാണ്. ഭാഗ്യം തെളിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ പിന്നെ പ്രതിസന്ധികൾക്കൊന്നും അവിടെ യാതൊരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പോൾ എല്ലാ രീതിയിലും ഭാഗ്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. കർക്കിടക മാസം ക്ഷമയോടെ ചെയ്യുക എല്ലാ കാര്യങ്ങളും. വെപ്രാളപ്പെട്ടൊന്നും ചെയ്യാതിരിക്കുക. ക്ഷമയാണ് അത് ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറയാറില്ല. അതേപോലെ ക്ഷമയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഇറങ്ങി പുറപ്പെടാൻ. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരും ഒരു ക്ഷമയോടുകൂടി ഇരിക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രോഫിറ്റും നേട്ടങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിനും സഹായിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം നിങ്ങൾക്ക്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ രാജയോഗമാണ് ഈ കർക്കിടക മാസം നൽകാൻ പോകുന്നത്. ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. എല്ലാ തരത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് കർക്കിടക മാസം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് സാധ്യമാകുന്ന ഒരു കാലം കൂടിയാണ്. ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും ഇല്ലാതാകുന്ന ഒരു മാസം കൂടിയാണ്
മൂലം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇതിൽ സംശയിക്കുക വേണ്ട. ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ചില അസുഖങ്ങൾ ഒക്കെ ഉള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നിങ്ങൾ മരുന്ന് മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കർക്കിടക മാസമാണ്. അപ്പോൾ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നവർ ആയുർവേദ മരുന്നുകൾക്കൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് കർക്കിടകം. കാരണം അടുത്ത ഒരു വർഷം വരെ നമ്മളിൽ അതിൻ്റെ ഊർജ്ജസ്വലത നിലനിൽക്കുന്ന സമയമാണ്. മരുന്നൊക്കെ കഴിക്കുന്നവർ അത് ചിട്ടയോടും വൃത്തിയോടും കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സമയമാണ്. കാരണം ഇപ്പോൾ കഴിക്കുന്നത് അത് നിങ്ങൾക്ക് തുടർന്നുള്ള ജീവിതത്തിൽ അത് ഫലമായി തന്നെ ഭവിക്കും. നിങ്ങളുടെ ശരീരത്തിന് അത് കൂടുതൽ ഒരു ഉണർവേകുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആയുർവേദ ചികിത്സകളാകട്ടെ, അല്ലെങ്കിൽ അലോപ്പതി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മരുന്ന് കഴിക്കുന്നവർ ഒക്കെ വളരെ കരുതലോടുകൂടി കഴിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ അത് ഗുണകരമായ ഒരു ഊർജ്ജസ്വലതയും ഒരു ശരീരത്തിന് ഉണർവും ഒക്കെ നൽകുന്നതിന് സഹായിക്കുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടൊരു മാറ്റമാണ്. ഇരട്ട രാജകവും തന്നെയാണ് വരാൻ പോകുന്നത്. കർക്കിടക മാസത്തിൽ ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത്. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പൂർത്തീകരണം നിങ്ങൾക്ക് സഫലമാകുന്ന ഒരു സമയമാണ്. ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളും മറ്റുള്ളവരും ഒക്കെ തഴഞ്ഞു മാറ്റിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ്. സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. കരാറുകളിലൊക്കെ ഒപ്പിടുന്നത് കുറച്ച് ശ്രദ്ധ വേണം എന്ന് മാത്രം. ബിസിനസ് ചെയ്യുന്നവർ പെട്ടെന്ന് ലാഭമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. എങ്കിൽ പോലും ഏത് കാര്യവും 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം കരാറുകളിലൊക്കെ ഒപ്പിടുവാൻ വിശാഖ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്നവരായിട്ടുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ലാഭം കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ഉരാക്കുടുക്കളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കാര്യവും 2 തവണ ആലോചിക്കുക. നമ്മൾക്ക് ഏറ്റവും വിശ്വസ്തരെന്ന് തോന്നുന്ന ചില ആളുകൾ കാണും. അവരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കറിയാതെ, നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളല്ല, നമുക്കറിയാത്ത പല കാര്യങ്ങളും കാണും. അപ്പോൾ മറ്റൊരാളുടെ അറിവ് തേടുന്നത് കൊണ്ട് അതിന് ഒരു ദോഷവുമില്ല. നമ്മൾ അപ്പോൾ അറിവില്ലാത്തവനാകുന്നതൊന്നുമല്ല. നമ്മൾക്ക് ആ അറിവ് കൂടി ലഭിക്കുമ്പോൾ നമ്മൾ ആ ചെയ്യാനിരുന്ന പ്രവൃത്തി ചിലപ്പോൾ തെറ്റാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി തീരുമാനം എടുക്കാനും അത് ശരിയായ രീതിയിലേക്ക് പോകുവാനും ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സഹായിക്കുന്നു. മറ്റൊരാളുടെ ഒരു ഒപ്പീനിയൻ തേടുന്നത് നല്ലൊരു കാര്യമാണ്. അത് ഏറ്റവും വിശ്വസ്തരായ ഒരാളെ തന്നെ അതിന് സെലക്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ രാജയോഗമായ ഫലം ലഭിക്കാൻ പോകുന്ന നക്ഷത്രത്തിൽ ഏറ്റവും അവസാനമായ ഒരു നക്ഷത്രം ഉത്രാടമാണ്. ഏത് കാര്യത്തിനും തൻ്റെതായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ നിങ്ങളുടെ എല്ലാ ദുർഘടങ്ങളും മാറുക തന്നെ ചെയ്യും. ആ ഒരു സമയമാണ് നിങ്ങൾക്കുള്ള മുന്നിൽ വന്നിരിക്കുന്നത്. തൊഴിൽ മാറ്റങ്ങൾ പല വിധത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ്. സാമ്പത്തിക ഒരു സുരക്ഷിതത്വം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളാൽ ചെയ്തു കൊടുക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്നെങ്കിൽ അനുകൂലമായ ഇണയെ ലഭിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയമാണ്. ജീവിതത്തിൽ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും. കാരണം കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ആ തുടങ്ങിയതിന് ശേഷം ഒരു ചേഞ്ച്, ഒരു വളരെ ഭയങ്കരമായ ഒരു ചേഞ്ച് എന്നല്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. പോകെ അതൊരു മാറ്റം നിങ്ങൾക്ക് അടുത്ത വരുന്ന സമയങ്ങളിലേക്ക് തന്നെ സ്വരൂപിച്ചു വെക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സമ്പത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തുടക്കവും മാറ്റവും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഈ മാസത്തിൽ ഉണ്ടാകുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കഷ്ടം ഇന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കർക്കിടകം കഴിഞ്ഞ ശേഷം തുടങ്ങിയ ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾക്ക് തന്നെ ഉണ്ടായി എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇനി ബാക്കി ദിവസങ്ങൾ കിടക്കുകയാണ്. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക മാറ്റം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.